നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2025 വേൾഡ് കപ്പിൻ്റെ രണ്ടാം റൗണ്ടിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മെക്സിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ജോസ് മാർട്ടിൻസും സെർബിയൻ ഗ്രാൻഡ് മാസ്റ്റർ വെളിമർ എവിക്കും തമ്മിലായിരുന്നു മത്സരം. ഇതൊരു ടൈ ബ്രേക്ക് മത്സരമാണ്. 5 മിനിറ്റും 3 സെക്കൻഡ് ഇൻക്രിമെൻറ്റാണ് ടൈം കൺട്രോൾ. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് G3 ചെയ്തുകൊണ്ട് കിങ്സിന്റെ അറ്റാക്ക് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തോടെ വൈറ്റ് പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാണ്. ഇപ്പോൾ തന്നെ ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം C4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീൻ വെച്ച് ഇങ്ങനൊരു ഫോർക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം E6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം D5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്കും ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്കും കാസ്റ്റിംഗ് ചെയ്തതോടെ ഇനി നേരത്തെ കൊണ്ടുപോലെ ആ ഫോർക്കും ചെക്കിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വൈറ്റ് D3 ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് മറ്റ് പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെവലപ്പായ നൈറ്റിനെ തന്നെ സെന്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E5 കൊണ്ടുവരുന്നു. ബ്ലാക്ക് വേഗം ക്വീനെ C7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആണെങ്കിൽ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ഈ സെന്ററിലെ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല, പകരം റൂക്കിനെ D8 കൊണ്ടുവരുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ആ നൈറ്റ് വെച്ച് ക്വീനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ B5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ഈ D3 പോൺ റൂക്കിന്റെ പിന്നിങ്ങിലാണെങ്കിലും ബ്ലാക്കിന്റെ E4 പോണിനെതിരെ വൈറ്റിന് 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല, പകരം ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് G5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇതോടെ ബ്ലാക്കിന്റെ ഈ നൈറ്റ് ട്രാപ്പിലാകും. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഇപ്പോൾ E8 അല്ലെങ്കിൽ D7 മാറേണ്ടി വരും. ഇപ്പോൾ നൈറ്റിനെ D7 മാറിക്കൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്താലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ D5 കൊണ്ടുവന്ന് ആ ക്വീനെതിരെ അറ്റാക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ക്വീനെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്കാണ്. ഇപ്പോൾ ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്വീൻ D6 മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ C4 കൊണ്ടുവന്ന് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുക. ക്വീൻ വേറെ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ഈ ബിഷപ്പിനെ വിട്ടെടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് E6 മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടെ ആ ക്വീൻ ട്രാപ്പിലാകും. ഈ 2 സ്കോറുകളിലേക്കും നൈറ്റിനെ കൺട്രോൾ ഉണ്ട്. ഇവിടേക്ക് പോണിനും നൈറ്റിനെയും കൺട്രോൾ ഉണ്ട്. ഇവിടേക്ക് പോണിന് കൺട്രോൾ ഉണ്ട്. ഇവിടെ ഇപ്പോൾ സേഫായിട്ട് പോകാൻ കഴിയുന്നത് ഈ 2 സ്കോറിലേക്കാണ്. ഒന്നുകിൽ G6 അല്ലെങ്കിൽ C6. അതിൽ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ട് ഫോർക്കും ചെക്ക് വരുന്നതോടെ ആ ക്വീൻ നഷ്ടപ്പെടും. ഇങ്ങനൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വൈറ്റ് നൈറ്റ് വെച്ച് പോണിട്ടുന്നതിന് പകരം G4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ വൈറ്റിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബ്ലാക്ക് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല, പകരം ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ പോൺ വെച്ച് അറ്റാക്ക് വന്നാലും നൈറ്റിനെ D7 തന്നെ മൂവ് ചെയ്യാം. ആ സമയത്ത് നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്ക് തന്നെ മുന്നോട്ട് പോയാണ്. G5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെ നൈറ്റിനെ D7 മൂവ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടുവന്നു. ബ്ലാക്ക് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം വൈറ്റ് പോൺ വെച്ച് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ക്വീനെ D4 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ക്വീൻ വെച്ച് ക്വീൻ ഇട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ഇവിടെ അടുത്തൊരു എക്സ്ചേഞ്ച് ഓഫറാണ്. നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനിയും ആ നൈറ്റ് വെച്ച് പലതരത്തിലുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്
ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് A5 മൂവ് ചെയ്യുന്നു. വൈറ്റ് A1ലെ റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ C5ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കവേർഡ് ചെക്കിന് ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റും കിങ്ങിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് B6 മൂവ് ചെയ്ത ശേഷം വൈറ്റ് ഈ ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് ആദ്യം A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A4 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ B4 മൂവ് ചെയ്യണമെങ്കിൽ എൻ പാസിലൂടെ ആ പോയിന്റ് ഇട്ടെടുക്കുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം F5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവന്ന് H1 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബിഷപ്പിന്റെ ഒരു അറ്റാക്കാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ഈ H2ലെ പോയിന്റ് എടുക്കാം. എന്നാൽ ബ്ലാക്കിയുടെ വൈറ്റിന്റെ ഈ റൂക്കിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിന്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ നൈറ്റ് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റ് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും ആ റൂക്കിനെ തന്നെ ടാർഗറ്റ് ആണ്. അടുത്തായിട്ട് നൈറ്റിനെ A6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാക്ടിക്കാണ് ഉപയോഗിക്കുന്നത്. റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ വൈറ്റിനെ ഒരു ചെക്കോട് കൂടി പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കാം. ഇതൊരു ഫോർക്കൻ ചെക്കാണ്. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആ റൂക്കിനെ കൂടെ വെട്ടിയെടുക്കാം. ഈ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ഒരു ബിഷപ്പ് ലാഭം കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് അടുത്തൊരു അറ്റാക്കിലേക്ക് പോവുകയാണ്. D6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം A8ലെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കുന്നു. ബ്ലാക്ക് ആദ്യം റൂക്കിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവരാണ്. അടുത്തായിട്ട് D7 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫോർക്കൻ ചെക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊരു റൂക്ക് സാക്രിഫൈസ് കൂടെയാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ബ്ലാക്കിന്റെ ഒരു റൂക്ക് ട്രാപ്പിലാകും. ആ റൂക്കിന് ഇനി സേഫായിട്ട് പോകാൻ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ഈ പോയിന്റ് എടുക്കേണ്ടി വരും. ഈ സമയത്ത് നേരത്തെ കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഫോർക്കൻ ചെക്ക് വരികയും ബ്ലാക്കിന് ഒരു റൂക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ഇങ്ങനൊരു ഫോർക്കൻ ചെക്കിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E8 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും മികച്ചൊരു മൂവ് വരെയാണ്. വൈറ്റ് ഈ E8ലേക്കുള്ള കൺട്രോൾ സ്ട്രോങ് ആക്കുന്നതിനായിട്ട് ബിഷപ്പിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഇപ്പോൾ E8 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് ഈ G ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ബിഷപ്പൂടെ ഈ ഡയഗണലിലേക്കൊന്നൂടെ E8 സ്ക്വയറിലേക്ക് വൈറ്റിന് 4 കൺട്രോൾ ആയിട്ടുണ്ട്. ബ്ലാക്കിന് ഇപ്പോൾ കിങ്ങിനെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു കൺട്രോൾ നേടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ വീണ്ടും തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ കൊണ്ടുവരുന്നില്ല. പകരം നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ റൂക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിനെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യാം. അതിൽ ഏറ്റവും മികച്ച ഓപ്ഷനാണ് വൈറ്റ് തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ ഫ്രീ ആക്കുന്നു. സമയത്ത് ബ്ലാക്ക് D3 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് വെച്ച് ആ പോയിന്റ് എടുക്കുന്നു. ബ്ലാക്കിന്റെ ബിഷപ്പിന് G1ലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വൈറ്റിന്റെ ഈ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിന്റെ സപ്പോർട്ടുണ്ട്. വൈറ്റ് ആദ്യം ആ ഡിഫൻഡർ റിമൂവ് ചെയ്യാണ്. റൂക്ക് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ E6ലെ പോണിനെതിരെ റൂക്ക് വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് കിങ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ E5ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് കിങ്ങിനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E6ലെ പോണിനെതിരെ വീണ്ടും റൂക്ക് വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഫോർക്കൻ ചെക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ G4ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് കിങ്ങിനെ C7ലേക്ക് കൊണ്ടുവന്ന്
റൂക്കിന് ഒരു അറ്റാക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. ബ്ലാക്കിൻ്റെ റൂക്കിന് ഒരു അറ്റാക്കാണ്. അതുപോലെ D8 സ്ക്വയറിലേക്ക് കിങ്ങിനും കൺട്രോൾ ഇട്ടിട്ടുണ്ട്.